യുദ്ധം തകർത്ത ദേശങ്ങളുടെ നിഴലുകളിൽ നിന്ന് കറുത്ത നിറത്തിൽ രക്തചുവപ്പ് മേഘങ്ങളിൽ പൊതിഞ്ഞ ഒരു കൂട്ടം ജനത ഉയർന്നു വന്നു. അനിമേ ലോകത്തിലെ തന്നെ ഏറ്റവും ഇരുണ്ട പ്രഭാതത്തിന്റെ ഘോഷകരമായ ഒന്നൊന്നര ഗ്യാങ്. ഇതൊരു വംശത്തിന്റെ പാരമ്പര്യമല്ല, മറിച്ച് തകർന്ന ആദർശങ്ങളുടെ ഒരു ഒത്തുചേരലാണ്. ദൈവങ്ങളും രാക്ഷസന്മാരും ഇതിഹാസങ്ങളും ഒരു പേരിൽ ഒന്നിച്ച ഒന്നൊന്നര സംഘടന. ഇതിലെ ഓരോരുത്തരും ഓരോരോ പേടി സ്വപ്നങ്ങളാണ്, രാഷ്ട്രങ്ങളെ വിറപ്പിക്കുന്ന കൊടുങ്കാറ്റുകളാണ്. അതെ, 1000 തത്വചിന്തകൾക്ക് ഒരു പ്രതീകം, വേദനയിലൂടെ കെട്ടിച്ചമച്ച സമാധാനത്തിന്റെ അടയാളമായ ചുവന്ന മേഘങ്ങൾ. അനശ്വരമായ പാട്രിയാർക്ക് മുതൽ 100 ആത്മാക്കളെ പാവയാക്കി മാറ്റുന്ന ആൾ വരെ, സ്ഫോടനങ്ങളുടെ കലാകാരനിൽ നിന്ന് വേദനയുടെ ദൈവം വരെ, ശപിക്കപ്പെട്ടവരുടെ സൈന്യങ്ങളുടെ ഒരു നിര തന്നെയാണിത്. വിശ്വസ്തതയിൽ നിന്നല്ല, ഇത് നിരാശയിൽ നിന്നാണ് ജനിച്ചത്. ലോകത്തിന്റെ പാപങ്ങൾ അവരുടെ പുറകിൽ വഹിക്കുന്നു, അവരുടെ ഉണർവിൽ നാശം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ലോകത്തിന് അവർ തീവ്രവാദികളാണ്, എന്നാൽ അവർക്ക് രക്ഷകര് തന്നെയാണ്. തങ്ങളുടെ ആഘാതങ്ങളെ വിധിയുടെ ആയുധങ്ങളായി മാറ്റിയ വിലക്കപ്പെട്ട ഷിനോബികളായ അക്കാട്സുക്കി. ഓക്കെ ഫൈൻ, അക്കാട്സുക്കി. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് നാറുട്ടോ യൂണിവേഴ്സിലെ വൺ ഓഫ് ദി ഡേഞ്ചറസ് ഇൻഫേമസ് അനിമേ ലോകം തന്നെ കണ്ടതിൽ ഏറ്റവും വെച്ച് വൺ ഓഫ് ദി ഡെഡ്ലി ഓർഗനൈസേഷൻ ആയിട്ടുള്ള വില്ലൻ ഓർഗനൈസേഷൻ ആയിട്ടുള്ള അക്കാട്സുക്കിയെ പറ്റിയാണ്. ഇന്ന് നമ്മൾ അക്കാട്സുക്കിയുടെ ഒറിജിൻ, ട്രാൻസ്ഫോർമേഷൻസ്, ഫുൾ ടൈം ലൈൻ, ഫിലോസഫി, പവേഴ്സ്, മെമ്പേഴ്സ്, സിംബോളിസം, ഡൗൺഫാൾ ആൻഡ് ലെഗസി ഫുൾ കവറപ്പ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ അക്കാട്സുക്കിയുടെ ഒറിജിൻ ആൻഡ് ഏർലി ഹിസ്റ്ററി നോക്കാം. നമുക്കറിയാം, നാറൂട്ടോ യൂണിവേഴ്സിൽ ഗ്രേറ്റ് നിഞ്ച വാർസ് നടന്നിട്ടുണ്ട്. അങ്ങനെ 4 ഗ്രേറ്റ് നിഞ്ച വാറാണ് യൂണിവേഴ്സിലൂടെനീളം നടന്നിട്ടുള്ളത്. ഇതില് 3ാമത്തെ ഗ്രേറ്റ് നിഞ്ച വാറിന്റെ സമയത്താണ് അക്കാട്സുക്കി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫോം ഐഡിയോളജി അവിടെ രൂപീകരിക്കപ്പെടുന്നത്. അതായത് 3rd ഗ്രേറ്റ് നിഞ്ച വാർ ചെറിയ ചെറിയ നേഷൻസിനെയൊക്കെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. 5 ഗ്രേറ്റ് വില്ലേജസ് തമ്മിലാണ് യുദ്ധമെങ്കിലും ചെറിയ നേഷൻസിനെയും ഇത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു. അങ്ങനെ ബാധിച്ച ഒരു ചെറിയ വില്ലേജ് ആയിരുന്നു അമേഗാകുറെ, അല്ലെങ്കിൽ ഹിഡൻ റെയിൻ വില്ലേജ്. ഇത്തരം വാറുകളുടെ അനന്തരഫലമെന്ന രൂപേണ അവിടുത്തെ കുട്ടികളെല്ലാം ഓർഫൻസ് ആയിരുന്നു, അനാഥരായിരുന്നു. യുദ്ധത്തിന്റെ നടുക്ക് ആ ഒരു എൻലെസ് വാറിന്റെ ആ ഒരു എറയിലാണ് ഇവർ ജീവിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം അത്ര ശീതളമൊന്നും ആയിരുന്നില്ല. വളരെയേറെ വേദനകൾ അനുഭവിച്ചും തൻ്റെ അച്ഛനമ്മമാരുടെയും തൻ്റെ ബന്ധുമിത്രാദികളുടെയും മരണം മുമ്പിൽ കണ്ടും വാർ അല്ലെങ്കിൽ യുദ്ധത്തിനോട് വളരെയധികം എതിർത്തു നിൽപ്പ് കാണിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു കൂട്ടം കുട്ടികൾ തന്നെയായിരുന്നു അമേഗാകുറയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നാറൂട്ടോ കഥയിൽ അവരിൽ ഹൈലൈറ്റ് ചെയ്തിരുന്നത് 3 പേരായിരുന്നു: നഗാട്ടോ ഉസുമാക്കി, യാഹിക്കോ, കൊനാൻ. അമേഗാകുറെ അല്ലെങ്കിൽ ഹിഡൻ റെയിൻ വില്ലേജിലെ വാർ സ്റ്റേറ്റ്സ് എറയിലെ അനാഥരായി മാറിയ 3 കുട്ടികളാണ് ഇവർ, നഗാട്ടോയും യാഹിക്കോയും കൊനാനും. ഇതിൽ നഗാട്ടോ ഉസുമാക്കിക്ക് റിനഗൻ ഉണ്ടായിരുന്നു. അതെ, സേജ് ഓഫ് 6 പാത്തിന്റെ ഡയറക്റ്റ് എബിലിറ്റി, ഗോഡ് ലൈക്ക് പവേഴ്സ് വീൽഡ് ചെയ്യുവാൻ സാധിക്കുന്ന ആ ഒരു കണ്ണുകളുടെ ഉടമ തന്നെയായിരുന്നു നഗാട്ടോ ഉസുമാക്കി. ആ ഒരു കണ്ണ് അദ്ദേഹത്തിന് ലഭിച്ചത് മാതരയാണ്. ആ ഒരു ബാക്ക് സ്റ്റോറിയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ അക്കാട്സുക്കിയുടെ ആ ഒരു ഒറിജിൻ പറയാം. പറഞ്ഞതുപോലെ റിനഗൻ പൊസസ് ചെയ്തിരുന്ന നഗാട്ടോ, പിന്നെ ഉണ്ടായിരുന്നത് യാഹിക്കോയും കൊനാനുമാണ്. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ അക്കാട്സുക്കി ഫോർമേഷന്റെ ഐഡിയോളജിസ്റ്റ് യാഹിക്കോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലീഡറും യാഹിക്കോ തന്നെയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഗേൾ ആയിട്ടുള്ള കൊനാനാണ്. കൊനാൻ എന്നാൽ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു. ഈ ഒരു അക്കാട്സുക്കിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നത് യാഹിക്കോ ആയിരുന്നെങ്കിലും എൻ്റർ സ്ട്രാറ്റജിസ്റ്റ് കൊനാൻ തന്നെയായിരുന്നു. സോ ഒരു ചുരുക്കിയ സമ്മറൈസ്ഡ് വേർഷനിൽ പറയുകയാണെങ്കിൽ യാഹിക്കോ ആണ് അക്കാട്സുക്കി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തത്, എലോങ് സൈഡ് വിത്ത് നഗാട്ടോ ആൻഡ് കൊനാൻ. യാഹിക്കോ ഫൗണ്ട് ചെയ്ത അക്കാട്സുക്കിക്ക് ആ ഒരു അവരുടെ ഡ്രസ്സ് വെറും ബ്ലാക്ക് കോട്ട് മാത്രമായിരുന്നു. അവർക്കതിൽ ചുവന്ന മേഘങ്ങളുള്ള ആ അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് യാഹിക്കോയുടെ ടൈമിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് വരുന്നവരാണ് ഇതെല്ലാം ഇടുന്നത്, അത് ഞാൻ വഴിയേ പറയാം. സോ ഒറിജിനൽ അക്കാട്സുക്കിയിൽ അവർ സിമ്പിൾ ബ്ലാക്ക് ക്ലോക്സ് മാത്രമാണ് ധരിച്ചിരുന്നത്. അവരുടെ ആ ഒരു അക്കാട്സുക്കിയുടെ ഡ്രീം എന്ന് പറയുന്നത് എൻഡ് ഓഫ് വാർ ആയിരുന്നു, അതായത് സമാധാനം കൊണ്ടുവരണം. ഹിഡൻ റെയിൻ വില്ലേജിന്റെ ഒരു പരിപൂർണമായിട്ടുള്ള സമാധാനത്തിന് വേണ്ടിയാണ് യാഹിക്കോ പ്രയത്നിച്ചത്. സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു വാർസ് അല്ലെങ്കിൽ യുദ്ധങ്ങൾ നിർത്തണം എന്നുള്ള ഒരു ഐഡിയോളജി ആയിരുന്നു യാഹിക്കോയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് അദ്ദേഹം കുറേ ഫോളോവേഴ്സിനെ ഗെയിൻ ചെയ്തു.
എടുത്തു പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഫോളോവേഴ്സ് എല്ലാം ലിറ്ററലി വാർ ഓർഫൻസ് ആയിരുന്നു. യുദ്ധങ്ങൾ കൊണ്ട് അവരവരുടെ ഫാമിലിയെ നഷ്ടപ്പെട്ടവരെല്ലാം ഈ ഒരു യാഹിക്കോയുടെ ഐഡിയോളജിനെ പിന്തുണച്ചു. വാർ ഓർഫൻസ് അല്ലാതെ ഈ യുദ്ധത്തിനെതിരെ റിബെല്ല് ചെയ്യുന്നവരും യാഹിക്കോയുടെ കൂട്ടത്തിൽ ചേരുവാൻ തുടങ്ങി. ഇവർക്കിതിനുള്ള ധൈര്യം അല്ലെങ്കിൽ ആൾക്കാരെ കൂട്ടി ഇത്തരം ഒരു ഐഡിയോളജി നൽകാൻ, കാരണം ഇവർ എതിർക്കുന്ന എഗൻസ്റ്റ് ചെയ്യുന്ന ശക്തരായിട്ടുള്ള ഷിനോബികളെയാണ്. സോ ഇവരും ഷിനോബി ആകുവാൻ തീരുമാനിച്ചിരുന്നു. അതൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ്. ഇവരുടെ സെൻസെ എന്ന് പറയുന്നത് നൺ അതർ ദാൻ വൺ ഓഫ് ദി ലെജൻഡറി സാനിൻസ് ആയിട്ടുള്ള ജിറായയാണ്. അതെ, ജിറയയുടെ സ്റ്റുഡൻസ് തന്നെയാണ് ഈ പറയുന്ന കൊനാനും യാഹിക്കോയും നഗാട്ടോയും. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ജിറയ ലെജൻഡറി സാനിൻസിന്റെ കൂടെ, അതായത് ഒറോച്ചിമാറു നമ്മുടെ പിന്നെ സുനാഡയുടെ കൂടെ ഈ റെയിൻ വില്ലേജിൽ ഫൈറ്റ് ചെയ്യാൻ വന്നിരുന്നു. ആ ടൈമിൽ 3 പിള്ളേര് ഇവരെ ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. ആ ടൈമിൽ ഒറോച്ചിമാർ പറഞ്ഞാണ് നമുക്ക് ഇവരൊരു ബേർഡനാണ്, ഞാൻ ഇപ്പം തന്നെ ഇവരെ കൊല്ലാമെന്ന്. അപ്പോൾ ജിറയാണ് തളർന്നുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ഇവരുടെ കൂടെ നിന്ന് ഇവർക്ക് കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ. അത് ഞാൻ സമ്മറൈസ് ചെയ്ത രീതിയിൽ പറയുകയാണ്. അവർക്കൊരു കൈത്താങ്ങിയ രീതിയിൽ ജിറയ അവിടെ കുറച്ച് നാൾ നിന്നു. ഇവർ നിൽക്കുന്ന ടൈമിൽ യാഹിക്കോ ചോദിക്കുന്നുണ്ട് ഞങ്ങളെയും പഠിപ്പിക്കാമോ, ഷിനോബികളുടെ ഞങ്ങളെയും പഠിപ്പിക്കാമോ. അങ്ങനെ നഗാട്ടോയും യാഹിക്കോയും കൊനാനും കൂടെ ജിറായനെ സെൻസേ രൂപേണ കാണുവാൻ തുടങ്ങി. ജിറായ അവരെ സ്റ്റുഡൻസ് രീതിയിൽ കണ്ടു. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ജിറായയോട് നമ്മുടെ ടോട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈൽഡ് ഓഫ് പ്രൊഫസീനെ നീ പഠിപ്പിക്കുമെന്ന്. സോ ആ ഒരു രീതിയിൽ ജിറായ ഈ റിനഗൻ കാണുന്ന നഗാട്ടോനെ കണ്ടപ്പോൾ അദ്ദേഹമാണ് ചൈൽഡ് ഓഫ് പ്രൊഫസി എന്ന് തെറ്റിദ്ധരിക്കുന്നൊക്കെയുണ്ട്. സോ ആ ഒരു രീതിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കെയറും അതേപോലെ കുറെ കാര്യങ്ങളൊക്കെ ജിറായ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. സോ ജിറായ സെൻസെ പറഞ്ഞു കൊടുത്ത ധൈര്യത്തിലും അദ്ദേഹം ഇവരെ പഠിപ്പിച്ചു കൊടുത്ത ഷിനോബി സ്റ്റൈലിന്റെ കുറെ ടെക്നിക്സും ഒക്കെ ഉള്ള ധൈര്യത്തിലുമാണ് ഇവര്, അതായത് യാഹിക്കോ റിബൽ ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് റെയിൻ വില്ലേജിനുള്ള ഇവരുടെ നേതൃത്വത്തിലുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, എടുത്തു പറയുകയാണെങ്കിൽ ഹാൻസോ, ഈ ഹാൻസ് ഓഫ് ദി സലാമാൻഡർക്കെതിരെയൊക്കെയാണ് ഇവർ മെയിൻലി റിബൽ ചെയ്യുന്നത്. യുദ്ധം നിർത്തുവാൻ വേണ്ടി അവർ സമരം അല്ലെങ്കിൽ അത്തരം ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാനുള്ള ശക്തി അവർക്ക് ലഭിച്ചത് ജിറായ സെൻസെ എന്ന് പറയുന്ന അതുല്യനായ ടീച്ചറിന്റെ പാഠവങ്ങളുടെ മികവ് തന്നെയാണ്. സോ അദ്ദേഹം 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോവുക തന്നെ ചെയ്തു. ഇത് കഴിഞ്ഞാണ് ഇവർ ഈ അക്കാട്സുക്കി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത് തന്നെ. സോ യാഹിക്കോയുടെ ഈ ഒരു ഗോളിൽ ബാക്കിയുള്ള കുറേ പേര്, അതായത് യുദ്ധം നിർത്തണമെന്ന് സാധാരണ സിവിലിയൻസിന് ഭയങ്കര ആഗ്രഹമാണ്. ഇതുകൊണ്ട് ആർക്കും നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐഡിയോളജിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതായിരുന്നു ഫസ്റ്റ് അക്കാട്സുക്കി. ഇതായിരുന്നു അക്കാട്സുക്കി ഒറിജിനൽ OG അക്കാട്സുക്കിയുടെ യഥാർത്ഥ ഗോൾ, അതായത് ടു സ്റ്റോപ്പ് വാർസ് ആൻഡ് ബ്രിങ് പീസ് ടു ദ ഹിഡൻ റെയിൻ വില്ലേജ്. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ടൈമിൽ റെയിൻ വില്ലേജ് ഭരിച്ചിരുന്നത് ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു, ഒരു ഏകാധിപതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹാൻസോ. ഹാൻസോയുടെ ബാക്ക് സ്റ്റോറി നമ്മൾ ഇതിൽ പറയുന്നില്ല. പക്ഷേ ഹാൻസോയ്ക്ക് ഏതായാലും അക്കാട്സുക്കി ഒരു ത്രെട്ടായിട്ടാണ്, തൻ്റെ ആ ഒരു ഭരണത്തിന് ഒരു ത്രെട്ടായിട്ടാണ് ഹാൻസോ ഇത് കണ്ടുകൊണ്ടിരുന്നത്. തുടർന്ന് ഹാൻസോ നമ്മുടെ ഹിഡൻ ലീഫ് വില്ലേജിലെ ഡാൻസോ ആയിട്ട് കൂടി ആലോചിക്കുകയും ആ ഒരു അക്കാട്സുക്കിനെ എലിമിനേറ്റ് ചെയ്യുവാൻ പ്രയത്നിക്കുകയും ചെയ്തു. ഇവരെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ നേതാവായിട്ടുള്ള യാഹിക്കോ മരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഡാൻസോയുടെയും പ്ലാൻ. അതുകൊണ്ട് തന്നെ യാഹിക്കോനെ ഒരു ട്രാപ്പിലേക്ക് അദ്ദേഹം ഇരുത്തുകയുണ്ടായി. വേറൊന്നുമല്ല, യാഹിക്കോയുടെ കൂടുതൽ കുഞ്ഞുനാൾ തൊട്ടുണ്ടായിരുന്ന ആളാണ് നഗാട്ടോയും കൊനാനും. ഇതിൽ യാഹിക്കോനെ മുന്നിൽ ഒരു ഡിമാൻഡ് വെച്ചു. അതായത് കൊനാനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ഡിമാൻഡ് അങ്ങോട്ട് വെക്കുകയാണ് ഉണ്ടായത്. കൊനാന്റെ ജീവൻ വേണമെങ്കിൽ നീ മരിക്കണം എന്നുള്ള ഒരു ഡിമാൻഡ്. യാഹിക്കോ സത്യം പറഞ്ഞാൽ നല്ല മനസ്സുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയോളജി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നഗാട്ടോയുടെ ആ ഒരു വാളിലേക്ക് ഓടിച്ചെന്ന് കയറുകയാണ് നമ്മുടെ യാഹിക്കോ. അതായത് യാഹിക്കോ അവിടെ നഗാട്ടോയുടെ കൈ കൊണ്ട് മരിച്ചു എന്ന് തന്നെ പറയാം. എന്നിട്ട് യാഹിക്കോ നഗാട്ടോയോട് പറയുന്നുണ്ട് നമ്മുടെ ഐഡിയോളജി ജീവിക്കണം എന്നുള്ളൊരു രീതിയിൽ. സോ ഇതൊരു ട്രോമയായിട്ട് നഗാട്ടോയ്ക്ക് വന്നു. അതായത് നഗാട്ടോയ്ക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന ആളാണ് യാഹിക്കോയും കൊനാനും. അതിൽ കൊനാനെ അവിടെ ഒരു ബെയ്റ്റാക്കി വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. നഗാട്ടോയ്ക്ക് ഒന്നാമത് റിനഗൻ പൊസസ് ചെയ്യുന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. സോ ഇതൊരു 1.5 ട്രോമയായിട്ട് നഗാട്ടോയ്ക്ക് ഫീൽ ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് റിനഗൻ പവറിൻ്റെ ആ ഒരു ട്രൂ പവർ നഗാട്ടോ അവേക്കൺ ചെയ്തു. ഈ ഒരു ടൈമിലാണ് ഡിമോണിക് സ്റ്റാച്യു ഓഫ് ദി ഔട്ടർ പാത്ത് എന്നറിയപ്പെടുന്ന ഗെഡോ മാസോ നഗാട്ടോ ഉപയോഗിക്കുന്നത്. ആ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് ഹാൻസോയുടെ എല്ലാ ആൾക്കാരെയും നഗാട്ടോ സ്ലോട്ടർ ചെയ്യുകയാണ്. ഈ ഒരു എക്സാക്റ്റ് മൊമെൻറ്റിലാണ് അക്കാട്സുക്കി അവരുടെ ആ ഒരു ഗിയർ മാറ്റുന്നത്. പീസ് മൂവ്മെൻറ്റിനായി തുടങ്ങിയ അക്കാട്സുക്കി പിന്നീട് അങ്ങോട്ട് ഒരു മിലിറ്റൽ ഫോഴ്സ് ഓഫ് വെഞ്ചൻസ് എന്ന് തന്നെ പറയാം. പ്രതികാരത്തിനായി ദാഹിക്കുന്ന ഒരു തരത്തിലുള്ള മെർസനറി ആൾക്കാരുടെ ഒരു ഓർഗനൈസേഷനായി മാറി ഈ ഒരു അക്കാട്സുക്കി. ഇവിടെ വെച്ചാണ് നഗാട്ടോ പെയിൻ എന്ന രൂപേണ സ്വന്തമായിട്ട് വിളിക്കാൻ തുടങ്ങിയത്. അക്കാട്സുക്കിയുടെ ലീഡറായി മാറുകയും ചെയ്തത് ഇവിടെ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയിൽ പീസ് ഡൊമിനേഷൻ ചെയ്താലേ കിട്ടുമെന്ന് മനസ്സിലായി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അക്കാട്സുക്കിയുടെ മെയിൻ എയിംസ് ഇവരുടെ ലീഡേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. മെയിൻലി പറയുകയാണെങ്കിൽ 4 പേരായിട്ട് നമുക്ക് തിരിക്കാം.
ഒന്നാമത്തെ യാഹിക്കോ, രണ്ടാമത്തെ നഗാട്ടോ, മൂന്നാമത്തെ ഒബീറ്റോ, നാലാമത്തെ ബ്ലാക്ക് സിക്സു. ഒരു ചുരുക്കിയ വേർഷനിൽ പറയുകയാണെങ്കിൽ യാഹിക്കോയുടെ അക്കാട്സുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നതെങ്കിൽ പീസ് ആയിരുന്നു. അമേഗാക്കുറെ അല്ലെങ്കിൽ റെയിൻ വില്ലേജ് അതുപോലുള്ള സ്മോളർ നേഷൻസിലുള്ള സമാധാനമായിരുന്നു യാഹിക്കോയുടെ അക്കാട്സുക്കിയുടെ ഉദ്ദേശം. ഇനിയിപ്പോൾ നഗാട്ടോ അക്കാട്സുക്കിയുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെയിനിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ഗോൾ എന്ന് പറയുക ഒരു വലിയ ആയുധമുണ്ടാക്കി ആ ഒരു ആയുധത്തിൻ്റെ പേടിയിൽ ബാക്കിയുള്ള എല്ലാ വില്ലേജസിനെയും കൺട്രോൾ ചെയ്ത് വാർ നിർത്തുക എന്നുള്ളതായിരുന്നു. അതായത് അദ്ദേഹം തന്നെ അവിടെ കോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വി ആർ ഗോഡ്സ്, വി വിൽ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് പെയിൻ ആൻഡ് ഫിയർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഈ ഒരു ടെയിൽഡ് ബീസ്റ്റിനെ കളക്ട് ചെയ്ത് ഒരു വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന രൂപേണ കൊണ്ടുവന്ന് അങ്ങനെ ആ ഒരു പേടിയിൽ യുദ്ധം നിർത്തുക എന്നായിരുന്നു നഗാട്ടോയുടെ പ്ലാൻ. എന്നാൽ നഗാട്ടോനെ അവിടെ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. യെസ്, നൺ അതർ ദാൻ ദ ടോബി, ഒബീറ്റോ ഉച്ചിഹ അല്ലെങ്കിൽ ടോബിയുടെ ബാക്കിൽ നിന്ന് കളിച്ച മാതര, എന്ത് വേണമെങ്കിലും പറയാം. സോ എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ ടോബി എന്ന് പറയുകയാണ്. ടോബിയുടെ അക്കാട്സുക്കിയുടെ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗാട്ടോനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ടോബിയാണ്. അതായത് നഗാട്ടോയുടെ ഉദ്ദേശം ആ ഒരു 10 ടൈൽസ് ഈ ടെയിൽഡ് ബീസ്റ്റിനെ കണ്ടുപിടിച്ചിട്ട് ആ ഒരു വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ വെച്ച് ആൾക്കാരെല്ലാം പേടി വെച്ചിട്ട് പിടിച്ചു നിർത്താനായിരുന്നു. എന്നാൽ ഇത് ഒരു ഐഡിയ രൂപേണ എടുത്തത് നമ്മുടെ ടോബി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്കാട്സുക്കിയുടെ നേതൃത്വത്തിൽ എല്ലാ ടെയിൽഡ് ബീസ്റ്റിനെയും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ടൈൽസിനെ റിവൈവ് ചെയ്യാൻ പറ്റും. അപ്പം പുള്ളിക്കാരൻ്റെ ആ ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഇൻഫിനിറ്റ് സൂക്കിയോമി എന്ന് പറയുന്ന ഐ ഓഫ് ദി മൂൺ പ്ലാൻ, അതവിടെ എനേബിൾ ചെയ്യാൻ പറ്റും. അതായത് എല്ലാ ഹ്യൂമാനിറ്റിയിലുള്ള ആൾക്കാരെയും ഒരു ഇല്യൂഷണറി ആയിട്ടുള്ള സമാധാനത്തിന് വേണ്ടി കൊണ്ടുവരാൻ പറ്റുന്നതായിരുന്നു നമ്മുടെ മാതര അല്ലെങ്കിൽ ടോബിയുടെ ഏക ലക്ഷ്യം. അതായിരുന്നു ടോബിയുടെ അല്ലെങ്കിൽ ഒബീറ്റോയുടെ അക്കാട്സുക്കിയുടെ മെയിൻ ഗോൾ. എന്നാൽ സീരീസിന്റെ അവസാനം എത്തുമ്പോഴാണ് ബ്ലാക്ക് സിക്സുവിന്റെ മാനിപ്പുലേഷൻ നമുക്ക് മനസ്സിലാവുന്നത്. അതെ, കാഗുയ ഒട്സുസുക്കിയുടെ യഥാർത്ഥ വില്ല് നടപ്പാക്കാൻ വേണ്ടി ബ്ലാക്ക് സിക്സുവിന്റെ മാനിപ്പുലേഷനാണ് നമ്മൾ കണ്ടുവന്നത്. അതായത് അക്കാട്സുക്കിനെ, ഒബീറ്റോനെ, ഈവൻ നമ്മുടെ മാതരനെ പോലും വെറും ഒരു കരുവാക്കിയിട്ട് കാഗുയേനെ റിവൈവ് ചെയ്യുവാൻ നമ്മുടെ ബ്ലാക്ക് സിക്സു മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ എല്ലാം ഒരു കീ ആയിട്ട് ആക്റ്റീവ് ചെയ്തിരുന്ന ആ ഒരു ഓർഗനൈസേഷൻ അക്കാട്സുക്കി തന്നെയായിരുന്നു. ഇനി നമുക്ക് അവരുടെ ക്യാരക്ടർ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ അക്കാട്സുക്കിയുടെ ക്ലോക്ക്, ഹെഡ് ബാൻഡ്, റിങ്സിൻ്റെ കാര്യം പറയാം. ക്ലോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരൊരു ബ്ലാക്ക് കോട്ടാണ് ധരിച്ചിരുന്നത്. അതിൽ ചുവന്ന മേഘങ്ങളുണ്ടായിരുന്നു. അതിന് റെയിൻ ഓഫ് ബ്ലഡിനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്നാണ് ഡേറ്റ ബുക്ക് പറയുന്നത്. അതായത് അമേഗാക്കുറയിൽ വാർ ടൈമിൽ ലിറ്ററലി രക്തമായിരുന്നു മഴയായിട്ട് പെയ്തുകൊണ്ടിരുന്നത് എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. പിന്നെ അക്കാട്സുക്കിയിലുള്ള എല്ലാവർക്കും ഒരു സ്ക്രാച്ച്ഡ് ആയിട്ടുള്ള ഹെഡ് ബാൻഡ്സ് ആണ് കൊടുത്തിരുന്നത്. ഇതിൻ്റെ ഉത്തരം അവരെ പാസ്റ്റ് വില്ലേജിൽസിൽ നിന്ന് റിജക്റ്റ് ചെയ്തു എന്നുള്ളതിന്, അല്ലെങ്കിൽ അവരെ റോക്ക് നിഞ്ച ആയതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു ക്രിമിനൽ ഓർഗനൈസേഷനിൽ വന്നത്. സോ അവരവരുടെ പാസ്റ്റ് ആയിട്ടുള്ള വില്ലേജിനെ ശരിക്കും ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഹെഡ് ബാൻഡ് ഇങ്ങനെ ധരിച്ചിരുന്നത്, അതായത് സ്ക്രാച്ച്ഡ് ആയിട്ടുള്ള ഹെഡ് ബാൻഡ്സ്. പിന്നെ ഓരോ മെമ്പറും യുണീക്ക് ആയിട്ടുള്ള ഓരോ മോതിരങ്ങൾ ധരിച്ചിരുന്നു. അവർ ഡിഫറെൻറ്റ് ഫിംഗേഴ്സിലുമാണ് ഇത് ധരിച്ചിരുന്നത്. ഈ ഒരു റിംഗ് ആണ് ശരിക്കും അക്കാട്സുക്കിയിലെ മെമ്പർഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ റിംഗ് തന്നെയാണ് ഗെഡോസ്റ്റാറ്റും ആയിട്ടുള്ള കണക്ഷനും ഇവർക്ക് കൊടുത്തിരുന്നത്. ഇനി നമുക്ക് സീരീസിൽ കണ്ടുവരുന്ന മെയിൻ മെമ്പേഴ്സ്, ഇതിൻ്റെ അകത്ത് ഞാൻ ഓരോ മെയിൻ മെമ്പേഴ്സിൻ്റെയും ഇൻഡിവിജ്വൽ പവേഴ്സിനെ എടുത്ത് പറയുന്നില്ല. കാരണം ഓരോ അക്കാട്സുക്കിയിലെ മെയിൻ മെമ്പേഴ്സിനെ പറ്റി ഇൻഡിവിജ്വൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇതിൻ്റെ അകത്തൊരു സമ്മറൈസ്ഡ് വേർഷൻ ഓഫ് പവറും കാര്യങ്ങളൊക്കെ പറയാം. മെയിൻലി കോർ ലീഡേഴ്സ്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ നഗാട്ടോ, കൊനാനും, പിന്നെ നമ്മുടെ ഒബീറ്റോ ഉച്ചിഹ അല്ലെങ്കിൽ ടോബി അല്ലെങ്കിൽ മാതര. കോർ ലീഡറായിട്ട് അക്കാട്സുക്കിനെ ആ ഒരു രീതിയിൽ എത്തിച്ചത് നഗാട്ടോ തന്നെയാണ്. അതായത് വില്ലൻ ഓർഗനൈസേഷൻ രീതിയിൽ. നഗാട്ടോ എന്ന് പറയുന്നില്ല, പെയിൻ എന്ന് തന്നെ പറയാം. പെയിനിൻ്റെ മെയിൻ പവേഴ്സ് എന്ന് പറയുന്നത് റിനഗൻ വീൽഡറാണ്. ക്രിപ്പിൾഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. കാരണം റിനഗൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 6 പാത്തിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് വൺ ഓഫ് ദി ലെജൻഡറി സാനിൻ ആയിട്ടുള്ള ജിറായേനെ വധിച്ചത്. എന്തിനേറെ പറയുന്നു, കൊണോഹേനെ നാമാവിശേഷമാക്കിയത്, അതായത് ഓൾമൈറ്റി പുഷ് എന്ന് പറയുന്ന ഐക്കോണിക് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത് ഈ പറയുന്ന പെയിനാണ് അല്ലെങ്കിൽ നഗാട്ടോ. രണ്ടാമത്തെ ആൾ കൊനാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ റിലീസിൽ ഒരു മാസ്റ്റർ തന്നെയായിരുന്നു. അവരുടെ ഒരു യുണീക്കായിട്ടുള്ള ഒരു എബിലിറ്റി തന്നെയായിരുന്നു ഈ പറയുന്ന പേപ്പർ റിലീസ്. പേപ്പറിനെ ബട്ടർഫ്ലൈസ് ആയിട്ടും പിന്നെ പേപ്പർ ബോംബുമായിട്ടൊക്കെ ഇവർക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിച്ചിരുന്നു. നാറൂട്ടോയുടെ ഡേറ്റ ബുക്ക് അനുസരിച്ച് ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ഒബീറ്റോ ആയിട്ടുള്ള ഫൈറ്റ്, അവിടെ 600 ബില്യൺ പേപ്പർ ബോംബ്സ് ആണ് ഒബീറ്റോയ്ക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ ടോബിക്കെതിരെ യൂസ് ചെയ്തതെന്ന് പറയുന്നു. നിയർലി കിൽഡ് ഹിം എന്നാണ് നാറൂട്ടോയുടെ ഡേറ്റ ബുക്കിൽ പറയുന്നത്. അടുത്തത് ഒബീറ്റോ ഉച്ചിഹ അല്ലെങ്കിൽ ടോബിനെ കൺട്രോൾ ചെയ്തിരുന്നത് മാതര. അറിയാലോ, ഇൻഫിനിറ്റ് സൂക്കിയോമി എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അക്കാട്സുക്കിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കിനി എലൈറ്റ് മെമ്പേഴ്സിനെ നോക്കാം. ഇറ്റാച്ചി ഉച്ചിഹ, യെസ്,
മാഗെക്യോ ഷെരിംഗൻ വീൽഡർ, ഡബിൾ സ്പൈ കളിച്ചുകൊണ്ടിരുന്ന അന്യായ യോദ്ധാവ്. നാറൂട്ടോ യൂണിവേഴ്സിൽ ഇറ്റാച്ചി ഉച്ചിഹയ്ക്കുള്ള ആദരവ് വേറൊരു ക്യാരക്ടറും നമുക്ക് കൊടുക്കുവാൻ സാധിക്കില്ല. ആദ്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മാഗെക്യോ ഷെരിംഗിൻ്റെ ഒരു മാസ്റ്റർ തന്നെയായിരുന്നു. ടെക്നിക്സ് പറയുകയാണെങ്കിൽ സൂക്കിയോമി, ഗെഞ്ചിറ്റ്സു, ഗോഡ് ഓഫ് ഗെഞ്ചിറ്റ്സു എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പിന്നെ അമറ്ററാസു, അതായത് ആ ബ്ലാക്ക് ഫ്ലെയിംസ് ഉണ്ടല്ലോ, എറ്റേണൽ ബ്ലാക്ക് ഫ്ലെയിംസ്. പിന്നെ സുസാനോ. ഇതേ ഉറ്റാച്ചി തന്നെയാണ് ഉച്ചിഹ ക്ലാനിനെ മുഴുവൻ നാമാവിശേഷമാക്കിയത്. അക്കാട്സുക്കിനി ജോയിൻ ചെയ്യുന്നത് പോലും ഈ പറയുന്ന ലീഫ് വില്ലേജിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്, കൊണോഹയെ സീക്രട്ട്ലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇറ്റാച്ചി അക്കാട്സുക്കിയിൽ ജോയിൻ ചെയ്തത്. രണ്ടാമത്തെ കിസാമെ ഹോഷിഗാക്കി, നമുക്കറിയാലോ ഇറ്റാച്ചിയുടെ പാർട്ട്ണർ, വൺ ഓഫ് ദി ലെജൻഡറി സോഡ്സ് ആയിട്ടുള്ള സാമഹേദയുടെ, അതായത് ലിവിങ് ചക്ര അബ്സോർവിങ് സോഡായിട്ടുള്ള സാമഹാഡയുടെ ആ ഒരു വീൽഡറാണ് നമ്മൾ ഈ പറഞ്ഞ കിസാമെ. അദ്ദേഹത്തിൻ്റെ നിക്നെയിം തന്നെ മോൺസ്റ്റർ ഓഫ് ദി ഹിഡൻ മീസ്റ്റ് എന്നാണ്. അക്കാട്സുക്കിയുടെ ഐഡിയോളജിക്ക് വളരെ ലോയലായിട്ട് നിന്നിട്ടിരുന്ന ഒരു മെമ്പർ തന്നെയായിരുന്നു, എസ്പെഷ്യലി ഷിനോബി സിസ്റ്റത്തിനെ എക്സ്പോസ് ചെയ്യുന്നതിൽ. മൂന്നാമത്തെ ഡെയ്ദറ, ഒരു എക്സ്പ്ലോസീവ് ക്ലേ യൂസർ തന്നെയായിരുന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലേ ബോംസിനെ വിളിച്ചുകൊണ്ടിരുന്ന ആർട്ട് എന്നാണ്, അതായത് ഫ്ലീറ്റിംഗ് ബ്യൂട്ടി ഓഫ് ഡിസ്ട്രക്ഷൻ എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. നാലാമത്തെ ആൾ സാസറി ഓഫ് ദ റെഡ് സ്റ്റാൻഡ് ആണ്. സാൻഡ് വില്ലേജിലെ പപ്പറ്റ് മാസ്റ്റർ, ഒരു ജീനിയസ് തന്നെയായിരുന്നു. 100 പപ്പറ്റ്സിനെ കൺട്രോൾ ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ റെഡ് സീക്രട്ട് ഓഫ് ടെക്നിക് എന്ന് പറയും സാൻഡ് വില്ലേജിൻ്റെ. ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ അനശ്വരതയ്ക്ക് വേണ്ടി അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ ഒരു ഹ്യൂമൻ പപ്പറ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. അവസാനം സാക്കുറയോടും ചിയോയോടും അദ്ദേഹം ഫോട്ട് ചെയ്ത് മരിക്കുകയാണ് ഉണ്ടായത്. അഞ്ചാമത് ഹിഡാൻ, അതെ ഇമ്മോർട്ടൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. റിലീജിയസ് റിച്വൽ കൊണ്ട് നമ്മുടെ മനസ്സ് കീഴടക്കിയ ഹിഡാൻ പാർട്ട്ണർ ചെയ്തിരുന്ന കക്കാസു ആയിട്ടായിരുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി ജീവനോടെ തന്നെ ഷിക്കമാരു കുടിച്ചു മൂടി എന്ന് പറയാം. ആറാമത്തെ കക്കാസു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീഡി ആയിട്ടുള്ള ഒരു മെർസനറി ആയിരുന്നു. ഭയങ്കരമായിട്ട് മണി അല്ലെങ്കിൽ പൈസേനെ സ്നേഹിച്ച ഒരാൾ. ആൻഡ് ഫൈനലി സെറ്റ്സു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റ്സു എന്ന് പറയുകയാണെങ്കിൽ മെയിൻലി ഇൻഫോർമേഷൻ ഗ്യാതറിങ് അല്ലെങ്കിൽ സ്പൈയിങ് അല്ലെങ്കിൽ ഒരു പ്ലാൻ ബേസ്ഡ് ക്ലോൺ തന്നെയായിരുന്നു. ബ്ലാക്ക് സെറ്റ്സു ആണെങ്കിൽ കാഗിയുടെ വില്ല് അല്ലെങ്കിൽ മാനിപ്പുലേറ്റർ ഓഫ് ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. മാതറേനെ അവസാനം പുറകിൽ നിന്ന് കുത്തിയ ആ ഒരു അൾട്ടിമേറ്റ് ബിട്രയൽ കാണിച്ച ബ്ലാക്ക് സെറ്റ്സു. ഈ പറഞ്ഞ ലെജൻഡറി ആയിട്ടുള്ള യോദ്ധാക്കളുടെ കൂടെ തന്നെ ഒരാളാണ് ഒറോച്ചിമാറു. യെസ്, വൺ ഓഫ് ദി ലെജൻഡറി സാനനായിട്ടുള്ള ഒറോച്ചിമാറും അക്കാട്സുക്കിയിലെ അംഗമായിരുന്നു. അക്കാട്സുക്കി എന്ന് മാറിയത് ഇറ്റാച്ചിയോടുള്ള പേര് നിമിത്തമാണെന്ന് വ്യക്തമായിട്ട് തന്നെ പറയാം. അക്കാട്സുക്കിയുടെ മെയിൻ ടൈം ലൈൻ ആൻഡ് മേജർ സ്റ്റോറി ഇമ്പാക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3rd ഷിനോബി വേൾഡ് ആണ് യാഹിക്കോ അക്കാട്സുക്കി ഫോം ചെയ്തത്. പിന്നെ ഹാൻസോയുടെ ബിട്രയൽ കാരണം യാഹിക്കോ മരിക്കുന്നു, നഗാട്ടോ പെയിനായി മാറുന്നു, നഗാട്ടോ ലീഡറായി. അത് കഴിഞ്ഞാണ് അക്കാട്സുക്കി മെർസനറികളായി മാറിയത്. അതായത് ഇഷ്ടംപോലെയുള്ള നേഷൻസിലെ എല്ലാ ആൾക്കാരെയും ഹയർ ചെയ്ത് പൈസയ്ക്ക് വേണ്ടിയും ഓരോ കാര്യത്തിന് വേണ്ടിയും അദ്ദേഹം ഇങ്ങനെ ഫണ്ട് ബിൽഡ് ചെയ്തു സീക്രട്ട്ലി. എന്തിന്? ടെയിൽഡ് ബീസ്റ്റിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി. ജിൻജുരുക്കി ഹണ്ടിൽ എടുത്തു പറയുകയാണെങ്കിൽ ഗാര, യുഗിറ്റോ, സങ്കോക്കു, കൊക്കുവോ, സൈക്കൺ, കൊമൈ അവരെല്ലാവരും തന്നെ ഹണ്ട് ചെയ്ത് പിടിക്കുന്നതിൽ അക്കാട്സുക്കി വിജയം കണ്ടു. പിന്നെ നമുക്കറിയാലോ പെയിൻസ് ആർക്ക്, അക്കാട്സുക്കിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ നാറൂട്ടോ യൂണിവേഴ്സിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആർക്കാണ് ആ പെയിൻ്റെ ആർക്ക്. ആ ഒരു ആർക്കിൽ കൊണോഹയുടെ ഇൻവേഷൻ, എനിക്ക് തോന്നുന്നു കൊണോഹ ഫോം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഡിസ്ട്രക്ഷൻ അത് കഴിഞ്ഞുണ്ടാക്കിയത് ഈ പെയിനാണ്. ഇനി നമുക്ക് അക്കാട്സുക്കിയിലെ മെയിൻ മെമ്പേഴ്സിൻ്റെ മരണം എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സസോരി സാക്കുറയുടെയും ചിയോയുടെയും കയ്യിൽ നിന്ന് മരിക്കുകയുണ്ടായി. ഡെയ്ഡറ സൂയിസൈഡ് ചെയ്തെന്ന് തന്നെ പറയാം സാസ്കിക്കെതിരെയുള്ള ഫൈറ്റിൽ. പിന്നെ ഹിഡാൻ ആണെങ്കിൽ ഷീക്കമാരു ലൈവായിട്ട് ബറി ചെയ്തു. കക്കാസു ആണെങ്കിൽ നാറൂട്ടോയുടെ റസൻ ഷുരിക്കാനിലൂടെ മരണപ്പെട്ടു. ഇറ്റാച്ചി ആണെങ്കിൽ സാസ്കയുടെ ആ ഒരു ഫൈറ്റ് അറിയാലോ, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സാസ്കയുടെ തോറ്റെന്നല്ല പറയേണ്ട, ഓവർ യൂസ് ഓഫ് മാങ്കെക്യോ എന്ന് വേണമെങ്കിൽ പറയാം. എറ്റേണൽ ഷെരിംഗൻ അവന് ലഭിക്കാൻ വേണ്ടിയും ചെയ്തതാണ്. ഇറ്റാച്ചിയുടെ കാര്യം എക്സെപ്ഷണൽ കേസാണ്. ഇനിയിപ്പോൾ കിസാമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗൈഡ് ടീമിനോട് തോറ്റ് സൂയിസൈഡ് ചെയ്തു. പിന്നെ പെയിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ നാറൂട്ടോ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന്. പിന്നെ കൊനാൻ ഒബീറ്റോ ആയാൽ മരിക്കപ്പെട്ടു. അക്കാട്സുക്കിയുടെ ലെഗസി ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊരു അനിമ എടുത്ത് നോക്കിയാലും ഇത്ര മോസ്റ്റ് ഐക്കോണിക് വില്ലൻ ഗ്രൂപ്പ് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അവരുടെ ആ ഒരു റെഡ് ക്ലോക്ക് സിംബിളൈസ് ചെയ്യുന്നത് തന്നെ റിബല്യൻ, ട്രാജഡി ആൻഡ് വില്ലനാനിറ്റീനെയാണ്. അതിലെ ഓരോ എലൈറ്റ് മെമ്പേഴ്സും ഓരോ ഫിലോസഫിയാണ് ലൈഫിനെ പറ്റി കാത്തുകൊണ്ടിരുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ഇറ്റാച്ചി ആണെങ്കിൽ സാക്രിഫൈസിലൂടെ സമാധാനം കണ്ടുപിടിച്ചു. നഗാട്ടോ ആണെങ്കിൽ വേദനയിലൂടെ, പെയിനിലൂടെ സമാധാനം കണ്ടുപിടിച്ചു. കിസാമെ സത്യം കാണിച്ചു തന്നത് കളത്തരങ്ങളിലൂടെയാണ്. ഡെയ്ഡറയാണെങ്കിൽ സംഹാരനാശത്തിന് തന്നെ അതിലൊരു ആർട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചു. സസോരയാണെങ്കിൽ സ്ഥിരതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പെർമനൻസിന് വേണ്ടി പപ്പറ്റ്സിനെ കണ്ടുപിടിച്ചു. ഹിഡാനാണെങ്കിൽ വിശ്വാസത്തിലൂടെ അനശ്വരത അല്ലെങ്കിൽ ഇമ്മോർട്ടാലിറ്റി നേടാമെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ
ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫിലോസഫീസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ബൊറൂട്ടോയുടെ എറയിലേക്ക് വരികയാണെങ്കിൽ ഈ അക്കാട്സുക്കിയുടെ റെമനൻസ് ഓഫ് ഐഡിയോളജി തന്നെയാണ് കാറേനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് വേറെ കൂടുതൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഫോം ചെയ്യുവാൻ സാധ്യമാക്കിയത്. ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അക്കാട്സുക്കി ആക്ച്വലി ഒരു വില്ലൻസ് അല്ലായിരുന്നു. ഇവരുടെ മിറർ അല്ലെങ്കിൽ ഇത് മിറർ ചെയ്തിരുന്നത് ഷിനോബി വേൾഡ്സിൻ്റെ കുറേ ഫെയിലിയേഴ്സിനെയാണ്. അതായത് യുദ്ധം, അല്ലെങ്കിൽ ബിട്രയൽ, ഗ്രീഡ്, ആർത്തി, ഹിപ്പോക്രസി, ഇതിനെതിരെയൊക്കെയാണ് ഓരോരുത്തരും ഫൈറ്റ് ചെയ്തത്. പക്ഷേ ഇവരുടെ മാർഗം തികച്ചും തെറ്റായിരുന്നു. അതിൽ കൂടെ മാനിപ്പുലേഷനും വന്നിരുന്നു. ഇത്രയൊക്കെയാണ് മെയിൻലി നമുക്ക് അക്കാട്സുക്കിയെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ അതായത് എലൈറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഓരോ അക്കാട്സുക്കിയെ പറ്റിയും ഇൻഡിവിജ്വൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് നോക്കും, നമ്മളത് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ അടുത്തൊരു നാറൂട്ടോ വീഡിയോ ആയിട്ട്, അതായത് നമ്മുടെ ക്യാരക്ടർ അനാലിസിസ്, ജുത്സു, എക്സ്പ്ലനേഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ, സീ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ബൈസ്. Too long.